നിങ്ങളത് മാറ്റിയിട്ട് രണ്ടും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവന്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് മാത്രം വെള്ളം കിട്ടിയാൽ മതി. എല്ലാ പ്രദേശത്തും ഒരു സമയം വെച്ച് കിട്ടിയാൽ മതി. അല്ലാണ്ട് ഇപ്പോ അസാധ്യമായ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ താങ്കളോട് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കാൻ നിന്നാ ചില ഹൈറ്റുള്ള പ്രദേശങ്ങളിൽ എത്തുന്നില്ല പരാതി പരാതി പ്രധാനമായിട്ട് ലീക്ക് വന്നു പറഞ്ഞാൽ ആ ലീക്ക് വന്നപ്പോ കുറച്ച് ഡിലേ ആയി. ലീക്ക് പുറത്തേക്ക് തുറന്നു വേറെ ഭാഗങ്ങൾ കിട്ടിയിട്ടില്ല. പമ്പിങ്ങിന്റെ ടൈം കുറച്ചുകൂടി കൂട്ടുക. പഴയ എക്സ്പീരിയൻസിൽ തന്നെ വെള്ളം സപ്ലൈ മരുന്ന് റോഡ് വില്ലേജിൽ കിടക്കുന്ന ഈ തെക്ക് ഭാഗം മുഴുവൻ, തെക്ക് ഭാഗം പറഞ്ഞാൽ ഈ ചന്തധാര അടക്കം തെക്കുമുറി അടക്കം അതില് JTS കയറാൻ പറ്റും. JTS പമ്പിങ് കുറച്ച് കൂട്ടുക. മറ്റത് ആ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പള്ളിക്കാട് സ്കൂളിൽ LP സ്കൂൾ ടാങ്കിന് പോകും. നിങ്ങളത് മാറ്റിയിട്ട് രണ്ടും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവന്റെ വീട് നിൽക്കുന്ന പ്രദേശത്ത് മാത്രം വെള്ളം കിട്ടിയാൽ മതി. മാറ്റാൻ എന്താ അല്ല, ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയാളുടെ ഞാനെങ്കിലും ഇതിന്റെ അല്ല സർ, ഞാനെങ്കിലും ഇതിന്റെ പിന്നാലെ, കാരണം വെള്ളം വിടുമ്പോഴൊക്കെ ഈ ഇതില് നമ്മുടെ മാച്ച് ഫാക്ടറിയിലെ ഉള്ളിലും കൊണ്ട് ഓരോ ഭാഗത്ത് അടിച്ചിട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോയവരാണ്. എന്നിട്ട് ഈ ടാങ്ക് കിട്ടാൻ ടൈറ്റസ് മാഡം, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ജില്ലാ കളക്ടറായിരുന്നു, വിദ്യാഭ്യാസ സെക്രട്ടറി, അവരോട് പറഞ്ഞ് അവരെനിക്കൊരു പ്രത്യേക പരിഗണന തന്നിട്ടാണ് ടാങ്കിൽ പറഞ്ഞിട്ടുള്ളത്. പള്ളിക്കാടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്താണ് ഇതൊക്കെ ചെയ്ത് എനിക്കറിയാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത് ഞങ്ങൾ ഈ ലൈനിന്റെ പിന്നാലെ നടന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് തന്നെ ചെയ്താൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പറയും? യെസ്, അത് പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ മാക്സിമം സമയം ഈ മുകളിലെത്തിക്കത്തക്ക രീതിയിൽ എല്ലാം ഉറപ്പുവരുത്തുക. ഒന്ന് അതിന്റെ പിന്നിൽ എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ളത് അതൊന്ന് നോക്കുക. എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം പോകുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ചെക്ക് ചെയ്യുക. പമ്പിങ്ങിന്റെ ടൈം കുറച്ചുകൂടി കൂട്ടുക. പഴയ എക്സ്പീരിയൻസിൽ തന്നെ വെള്ളം സപ്ലൈ ചെയ്യുക. അപ്പോ മിക്കവാറും ആൾക്കാർക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ചെയ്തു നോക്കുക. ഒട്ടുമല്ല, ചില ഹൈറ്റുള്ള പ്രദേശങ്ങളിൽ എത്തുന്നില്ല പരാതി പരാതി അതിന്റെ വേനലിന്റെ ഒരു ഇമ്പാക്ട്. അപ്പോൾ ഹൈറ്റുള്ള പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നില്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ടൈമിംഗ് ഒന്ന് ഇന്നലെ ഓരോന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടും. അത് 8 മണിക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരും കിട്ടുന്ന രീതിയിൽ. അപ്പൊ ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്ന് 2 ദിവസം നമുക്ക് വിവരം അറിയാം, അതിന്റെ റിസൾട്ട് അറിയാം. പ്രധാനമായിട്ട് ലീക്ക് വന്നു പറഞ്ഞാൽ ആ ലീക്ക് വന്നപ്പോ കുറച്ച് ഡിലേ ആയി. ലീക്ക് പുറത്തേക്ക് തുറന്നു വേറെ ഭാഗങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഇങ്ങനെ എല്ലാ സംഭവിച്ചത്. ലീക്ക് വന്നു ചെമ്മങ്കാടല്ലേ, ലീക്ക് വന്നു ചെമ്മങ്കാട് ലീക്ക് വന്നതിന് ശേഷം ആ ലീക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കംപ്ലീറ്റ് അടച്ചിട്ടു. ഇടപെടി കുറച്ചിട്ട് ലീക്ക് ചെയ്തു. അതിനുശേഷം തുറന്നപ്പോഴേക്ക് ഉയർന്ന ഭാഗത്ത് കിട്ടിയില്ല. ഇവിടെയാണ് പ്രശ്നം കൂടുതൽ വിഷമായത്. അതിനുശേഷം പഴയ പോലെ ടൈമിങ്ങിന് വെള്ളം തുറന്നപ്പോഴേക്കും എല്ലാ ഭാഗത്തും കിട്ടി. പ്രശ്നമില്ല. ഇനി പറഞ്ഞ ഭാഗങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തും.